ഗായ്സ്, അപ്പോൾ ഓണൊക്കെ അടുത്ത് വരെയല്ലേ. അപ്പോൾ ഇത് നമ്മുടെ ആദ്യത്തെ ഓണപ്പരിപാടിയാണ്. അപ്പോൾ ഇതാരാന്നറിയാലോ, നമ്മുടെ ചങ്കാണ്. അപ്പോൾ കുഞ്ഞമ്മ പെട്ടെന്ന് വിളിച്ചു ചോദിച്ചെടി ഒരു തിരുവാതിര കളിക്കാൻ വരുമോയെന്ന്. അങ്ങനെ ഞാൻ ഓടി വന്നതാണ് കേട്ടോ. ഇവിടെ എനിക്ക് യാതൊരുവിധ ബന്ധവും ഇല്ല. അപ്പോൾ ഇതിവിടെ ഗ്രൂപ്പിൻ്റെ പരിപാടിയാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ കുട്ടികളുടെ പരിപാടിയായിരുന്നു കേട്ടോ. അപ്പോൾ രസമായിരുന്നു, വൻ കോമഡി ആയിരുന്നു. കസേരകളിയും പാസിൻ്റെ ബോളും ഒക്കെ എൻ്റെ പൊന്നെ അടിയും ബോളെടുത്ത് എറിയലും വൻ കോമഡി ആയിരുന്നു കേട്ടോ. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അപ്പോൾ ഞങ്ങളുടെ തിരുവാതിര ഇതാണ് ഗൈസ്. അപ്പം എല്ലാവരും ഇപ്പോൾ പോയി സാരിയെ കൊടുത്തിട്ട് വന്നതാണ് കേട്ടോ. കളിക്കാമെന്നും പറഞ്ഞ് കയറിയെന്ന് എല്ലാവരും ഒരു പ്രാക്ടീസും ഇല്ല, വെറുതെ കയറി കളിക്കുകയാണ്. അപ്പം അതും അത്യാവശ്യം കോമഡിയൊക്കെ ആയിരുന്നു. എല്ലാവർക്കും തെറ്റുകയൊക്കെ ചെയ്തു ഗൈസ്. പിന്നെ നമ്മുടെ പിള്ളേരുടെ പരിപാടി ഒന്നും പറയേണ്ട, അവരുടെ ഡാൻസും പാട്ടും ഒക്കെ കിടിലല്ലായിരുന്നു. അത് അവിടെ നല്ല കിടുക്കം പിള്ളേരായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ അമ്മമാർ അച്ഛന്മാരും ഒക്കെ നല്ല പാട്ടൊക്കെ പാടി നല്ല രസമായിട്ട് പാടി. പിന്നെ നമ്മുടെ പരിപാടി അവസാനിച്ചിട്ടില്ല ഗൈസ്. പക്ഷേ എല്ലാവർക്കും വിശന്ന് തുടങ്ങിയോണ്ട് നമുക്ക് സദ്യ വിളമ്പാന്ന് ഓർത്തു. രാവിലോട്ടൊന്നും കഴിക്കാത്തതുകൊണ്ട് തന്നെ എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു ഗൈസ്. പിന്നെ ഒരു അഞ്ചാമത്തെ പന്തിയൊക്കെ ആയപ്പോൾ നമ്മളിരുന്ന് ഗൈസ്. അങ്ങനെ എൻ്റെ ചോറും വന്ന് ഗൈസ്. വിശന്ന് കുടൽ കത്തിയോണ്ട് നിറച്ച് കഴിച്ചു കേട്ടോ. അങ്ങനെ ആദ്യം തന്നെ പരിപ്പ് വന്നു. പരിപ്പ് കൂട്ടി നല്ലൊരു പിടി പിടിച്ചു. ഞാൻ ഒറ്റയ്ക്കിരുന്നല്ല, കുഞ്ഞമ്മ അപ്പുറത്തേന്ന് വൻ പോളിങ്ങാണ് ഗൈസ്. രാവിലോട്ട് മൈക്ക് കുടിച്ച് കുഞ്ഞമ്മയെ ക്ഷീണിച്ചിട്ടുണ്ട്. അപ്പോൾ പറയുന്നതിൻ്റെ ചിറ്റപ്പനാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ പരിപാടിക്ക് ഇത്ര ഉള്ളൂ കേട്ടോ. ഞാൻ വേറെ പരിപാടിക്കൊന്നും നിന്നില്ല. ഞാൻ നേരെ വീട്ടിൽ പോയി ടാറ്റാ.